പാർത്ഥൻ, തമിഴ്നാടിന് മാത്രം എങ്ങനെയാണ് ഇത്രയും അധികം ചെസ് ചാമ്പ്യന്മാരെ ലഭിക്കുന്നത് എന്ന ചർച്ച വളരെ സജീവമായിട്ട് നമ്മുടെ നാട്ടിൽ പല കോണുകളിലായിട്ട് സമൂഹ മാധ്യമങ്ങളുടെ പല കോണുകളായിട്ട് നടക്കുന്നുണ്ട്. ദൊമരാജു ഗുഗേഷിന്റെ വിജയം ഇന്ത്യക്ക് ചെറിയൊരു അഭിമാനം മാത്രമല്ല, വലിയൊരു അഭിമാനമാണ് സമ്മാനിച്ചത്. കാരണം സോവിയറ്റ് യൂണിയനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കുറെ കാലമായിട്ട് ഗാരി കാസ്പറോവ്, അദ്ദേഹമാണ് ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു ചെസ് ചാമ്പ്യനായിട്ട് ഗുഗേഷിന് മുമ്പ് വരെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെയാണ് ഗുഗേഷ് പൊട്ടിച്ചിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെസ് ചാമ്പ്യൻ ആയിട്ട് ദൊമരാജു ഗുഗേഷ് വന്നത് സോവിയറ്റ് യൂണിയന്റെ ഗാരി കാസ്പറോയെ പൊട്ടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ചെസ് ചാമ്പ്യന്മാരുടെ ഒരു ലിസ്റ്റുകൾ, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരുപാട് ചെസ് ചാമ്പ്യന്മാരുടെ ഒരു ലിസ്റ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. എന്താണ് ഈ തമിഴ്നാട്ടിന് ഈ ചതുരംഗവുമായിട്ടൊരു ബന്ധം? ഗൗതം പറഞ്ഞതുപോലെ ചതുരംഗത്തിലെ നായകന്മാരെ മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് തമിഴ്നാടുമായിട്ടൊരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. കാരണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ തമിഴ്നാടുമായിട്ട് ബന്ധം ഉണ്ടാകും, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരായിരിക്കും. എന്താണ് ഇതിൻ്റെ പുറകിൽ? സത്യത്തിൽ തമിഴ്നാടാണ് ഇന്ത്യയിൽ ചതുരംഗത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുക്കുന്ന നാട് എന്ന് പറയാം. അതായത് അവരുടെ സംസ്കാരത്തിൽ തന്നെ ചതുരംഗമുണ്ട്. വിശ്വനാഥ് ആനന്ദ് തമിഴ്നാട്ടിൽ നിന്നാണ്, ഗുഗേഷ് തമിഴ്നാട്ടിൽ നിന്നാണ്, പ്രജ്ഞാനന്ദ തമിഴ്നാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അതായത് ആദ്യത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വിജയലക്ഷ്മി തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ്. മാനുവൽ ആരോൺ, ഈ ആളുകളൊക്കെ തന്നെ തമിഴ്നാടുമായിട്ട് കണക്ഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ സാംസ്കാരികമായിട്ട് തന്നെ പാരമ്പര്യമായിട്ട് തന്നെ അവരുടെ നമ്മുടെ അവരുടെ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങോട്ട് എടുത്തു വരിച്ചു. നമ്മൾ പൗരാണിക ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിലൊക്കെ തന്നെ ചതുരംഗത്തിന് അവർ വലിയ സ്ഥാനം കൊടുത്തതായിട്ട് കാണാൻ കഴിയും. അവർക്ക് അവരുടെ സാംസ്കാരികമായ കാര്യങ്ങളിൽ അവരുടെ അടിത്തട്ടിലുള്ള പല മത്സരങ്ങളിലൊക്കെ ചതുരംഗവും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ചതുരംഗത്തെ യഥാർത്ഥത്തിൽ ഈ ഒരു ചെസ്സിനെ ഇത്രമേൽ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറ്റിയെടുക്കുന്നതിൽ സർക്കാരിൻ്റെ പങ്ക് അത് വളരെ വലിയ പങ്ക് തന്നെയാണ്. കാരണം തമിഴ്നാട് സർക്കാർ, പ്രത്യേകിച്ച് ജയലളിതയുടെ സർക്കാർ, ജയലളിതയുടെ ഗവൺമെൻറ്റാണ് ഇവർക്ക് വളരെ വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. ഈ ചെസ്സ് പഠിക്കാനോ ചെസ്സ് കളിക്കാനും ഒക്കെ അവിടെ പ്രത്യേകമായിട്ട് ആനുകൂല്യങ്ങൾ കൊടുത്തു. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെസ്സിനെ പ്രോത്സാഹിപ്പിച്ചു. അവർക്കതിനു വേണ്ടി പ്രത്യേക നമ്മുടെ ക്ലബ്ബുകളൊക്കെ ഇല്ലേ, നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ പോലെ തമിഴ്നാട്ടിലും ക്ലബ്ബുകളുണ്ട്. ഈ ചെസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലബ്ബുകളുണ്ട്. അതിനുവേണ്ടി സർക്കാർ കൈയച്ച് പ്രോത്സാഹിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതായത് ഈ നമ്മുടെ എനിക്ക് തോന്നുന്നു 2013 ഈ ചെസ്സിൻ്റെ ഒരു വേൾഡ് ആയിട്ടുള്ള ചെസ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിൽ നടന്നത്. 2022 മറ്റൊരു ലോക മത്സരം കൂടെ തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെസ്സിനെ ലോകോത്തര മത്സരത്തിൽ നിന്ന് അത് ചെന്നൈയിലേക്ക് കൊണ്ടുവരാനും തമിഴ്നാട്ടിലേക്ക് എത്തിക്കാനും അവിടെ തന്നെ അതിനുവേണ്ടി ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കാനും അവിടുത്തെ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാഗ്നസ് കാൾട്ടൺ ആദ്യമായിട്ട് ഈ പറയുന്ന വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ചതും ആ ഒരു ആദ്യത്തെ തമിഴ്നാട്ടിൽ വെച്ച് നടന്ന അവിടെ തന്നെ, അതായത് വിശ്വനാഥൻ ആനന്ദിന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടത് ഈ ചെന്നൈയിൽ വെച്ച് നടന്ന മത്സരത്തിലായിരുന്നു. അപ്പോൾ അതുപോലെ ഈ മഹാബലിപുരത്ത് വലിയൊരു മത്സരം, ലോകോത്തരമായ മത്സരം ഇവർ നടത്തി. അവിടെ വലിയ വിജയം ഉണ്ടായി. തമിഴ്നാടിന്റെ ക്ഷേത്ര പാരമ്പര്യങ്ങളുണ്ട്. അവിടെ ദ്രവീഡിയൻ കൾച്ചറാണ്. അതെ. ഈ ചെന്നൈ ചെസ്സിന്റെ ഒരു തലസ്ഥാനമാണെന്ന് തന്നെ അറിയപ്പെടുന്നുണ്ട്. അല്ല, ചെന്നൈ ചെസ്സിന്റെ തലസ്ഥാനമാണ് എന്ന് അറിയപ്പെടാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഈ ദ്രവീഡിയൻ കൾച്ചർ ഉണ്ടല്ലോ, ദ്രവീഡിയൻ കൾച്ചറിൽ ഇവർ ഈ ചതുരംഗത്തിന് ചെസ്സിന് കൊടുത്ത ഒരു പ്രാധാന്യം ചെന്നൈയിലേക്ക്, അതായത് ചെന്നൈ അവരുടെ തലസ്ഥാനമായി മാറുകയും ആ തലസ്ഥാനത്തിന്റെ ഭാഗമായി അവിടെ ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളൊക്കെ വരികയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് ആ രീതിയിലുള്ള ഒരു അറിയപ്പെടുന്ന സ്ഥലമായിട്ട് മാറിയത്. പിന്നെ ഈ എല്ലാ ആളുകളെയും അവർ കൈയച്ചു പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ദ്രവീഡിയൻ കാഴ്ചപ്പാടിൽ അവർക്ക് അവിടെ സ്വന്തമായിട്ട് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം, നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്രം ഉണ്ടല്ലോ, ഇവിടെ നാഗത്തിന് കാവുകളൊക്കെ ഉള്ളതുപോലെ ഇപ്പോൾ സിനിമാ താരങ്ങൾക്കൊക്കെ അമ്പലങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കുന്നിടത്ത്, അതായത് അതൊക്കെ ഒരു വെറും കാട്ടിക്കൂട്ടലുകളല്ലേ, അല്ലെങ്കിൽ പരിഹസിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹസിക്കപ്പെടും. പക്ഷേ അവരത്രമേൽ അവരോട് ഇഴകിച്ചേർന്ന് അവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടുകാർ എന്ന് പറയുന്നത്. അവർ ഏതൊരു കാര്യത്തിലും അവർ പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കുകയും അവർ വികാരജീവികളാണ്, നിഷ്കളങ്കരാണ്.
ഈ ഉള്ളിലൊന്ന് വെച്ച് പുറമെ വേറെ സംസാരിക്കുന്ന ആളുകളല്ല. പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കും. മറ്റു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ അവിടെ ചതുരംഗ വല്ലഭനാഥ ക്ഷേത്രം, ചതുരംഗ വല്ലഭനാഥ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെ ചതുരംഗമുണ്ട്. അതായത് ചതുരംഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട, അതായത് ചതുരംഗം ഏറ്റവും പ്രിയപ്പെട്ട ദൈവം എന്ന അർത്ഥത്തിൽ, ദേവൻ എന്ന അർത്ഥം വരുന്ന അമ്പലമാണ് ചതുരംഗ വല്ലഭനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വിശ്വാസവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ട് അവൻ്റെ രക്തത്തിലുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ ഒരു ഇനമാണ് ഈ ചെസ്സ് എന്ന് പറയുന്നത്. ചതുരംഗം കളിച്ചുകൊണ്ടാണ് മഹാഭാരതത്തിൽ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ചൂത് എന്ന് പറയുന്നത് ചതുരംഗത്തിന്റെ വേറൊരു കളി തന്നെയാണ്. ചൂതിനെ ഡയറക്റ്റ് ചതുരംഗവുമായി ബന്ധിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയും ചതുരംഗത്തിന്റെ വേറൊരു ലെവലാണ് ഈ പറയുന്ന ചൂത് കളിച്ച് പാഞ്ചാലിയെ വരെ വെച്ച് ചൂത് കളിച്ച് പിന്നെ എന്താണ് അവസാനം വസ്ത്രാക്ഷേപത്തിലേക്ക് പിന്നെ വരെ എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലും ഈ പറയുന്ന ചതുരംഗത്തെ പറ്റി വളരെ കൃത്യമായി പറയുന്നുണ്ട്. ചതുരംഗപ്പടയെ പറ്റി പറയുന്നുണ്ട്. അത് തമിഴ്നാട്ടിലെ പല കൃതികളിലും പറയുന്നുണ്ട്. ഈ ചതുരംഗത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ചതുരംഗം ഇവരുടെ എന്താണ് നമ്മൾ നാട്ടിൽ മലയാളിക്ക്, മലപ്പുറംകാർക്ക്, മലബാറുകാർക്കൊക്കെ ഒരു ഫുട്ബോൾ വികാരമാണ് എന്ന് പറയൂലേ നമ്മൾ, അതുപോലെയാണ് അവർക്ക് ചെസ്സ്. പക്ഷേ അവർ വളരെ കൃത്യമായി അക്കാഡമിക്കലായിട്ട് തന്നെ അത് കൃത്യമായി പഠിപ്പിക്കുകയും അവർക്ക് അതിന് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയും ഏത് ദരിദ്രനായാലും പൈസ ഇല്ലാത്തവനായാലും പൈസ ഉള്ളവനായാലും അവരൊക്കെ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ സർക്കാർ പ്രോപ്പർ വഴി എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ നായകന്മാർ ജനിക്കുന്നത്. അതായത് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒരു ഫണ്ട് വിനിയോഗം ചെസ്സിന് വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ തലം മുതൽ തന്നെ ചെറുപ്പകാലം തൊട്ട് തന്നെ കുട്ടികളെ ചെസ്സ് പഠിപ്പിക്കാനായിട്ട് പ്രത്യേകതരം സ്കൂൾ വരെ ജയലളിതയുടെ കാലത്ത് പോളിസിയായിട്ട് അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ശൂന്യതയിൽ നിന്ന് കുറേ അധികം താരങ്ങൾ ഉദിച്ചു വരുന്നതല്ല, വളരെ കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള പ്രയത്നം. ചെസ്സിൽ വലിയ നേട്ടം കൊയ്യുന്ന തരത്തിൽ ആളുകളെ നിർമ്മിച്ചെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗവൺമെൻറ് നേരത്തെ തന്നെ ഇത്തരം രീതിയിലുള്ള പോളിസികൾ രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഡി ഗുഗേഷിന് വലിയൊരു വിജയം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ചെസ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല. നമുക്ക് ഒരുപാട് കായിക ഇനങ്ങളുണ്ട്. ഈ കായിക ഇനങ്ങളിലെല്ലാം തന്നെ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ, അതായത് ജേതാക്കളെ നിർമ്മിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകം ഫൈറ്റ് ചെയ്യുന്നത് എത്രമാത്രം ജേതാക്കളെ തങ്ങൾക്ക് മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റും എന്ന രീതിയിൽ തന്നെ ഇന്ന് ഫൈറ്റുകൾ മാറിത്തീരുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് ആ ഒരു രീതിയിൽ വരുന്ന ഭാവിയിൽ വലിയ ജേതാക്കളെ പല കായിക ഇനങ്ങളിൽ നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുക തന്നെയാണ് വേണ്ടത്. ഈ ദൊമ്മരാജു ഗുഗേഷിൻ്റെ ഈ വിജയം നമുക്ക് കാണിച്ചു തരുന്നതും യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയവും ഇതുപോലെ തന്നെ അതായത് ഇനിയും ഒട്ടേറെ നായകന്മാർ ഉണ്ടായി വരണം എന്നുള്ളത് തന്നെയാണ്. അതായത് ഗൗതം പറഞ്ഞതുപോലെ ഇന്ത്യ വെന്നിക്കൊടി പാറിക്കണം എന്ന് തന്നെയാണ്. അതായത് ചെസ്സിൽ ഇവർ കൊടുത്ത അതേ ഇവർ തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ തമിഴ്നാട്ടുകാരും ഒക്കെ കൊടുത്തിട്ടുള്ള പ്രാധാന്യം മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി കൊടുത്താൽ ഒരുപാട് കായിക താരങ്ങളെ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അവരുടെ ഈ കാളപൂട്ട് മത്സരത്തിനൊക്കെ നമുക്ക് കാണാമല്ലോ, അത്രയ്ക്കും ശക്തമായ ശരീരമുള്ള ആളുകളാണ് തമിഴ്നാട്ടിലെ ആളുകൾ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുമെന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ചെസ്സിലേക്ക് തന്നെ നമ്മൾ ഒന്നുകൂടി തിരിച്ചു വന്നാൽ വിശ്വനാഥൻ ആനന്ദ് ഉൾപ്പെടെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന പ്രജ്ഞാനന്ദ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഗുഗേഷ് അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മാത്രമല്ല അവിടുത്തെ ഗവൺമെൻറ് ഇവരെ പരിഗണിക്കുന്ന കാര്യം, ഈ ഗുഗേഷിന് പിന്നെ സ്റ്റാലിൻ 5 കോടി രൂപയുടെ ആണ് പിന്നെ ഇത് കൊടുത്തിട്ടുള്ളത്, അതായത് പാരിതോഷികം കൊടുത്തിട്ടുള്ളത്. കേരളത്തിലേക്ക് വലിയ വരവേൽപ്പാണ്, തീർച്ചയായും വലിയ വരവേൽപ്പാണ്. മാത്രമല്ല കേരളത്തിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ കേരളത്തിൽ വരുന്ന സാധാ സ്പോർട്സിൽ ഇറങ്ങി കഴിവ് തെളിയിക്കുന്ന ആളുകൾ പോലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനില്ലാതെ സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ കൂടി നമ്മളിപ്പോൾ കാണേണ്ടതുണ്ട്. എന്ത് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ എത്രയോ വിമർശനങ്ങൾ സർക്കാരിനെതിരെ വന്നു ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സ്പോർട്സ് എന്ന് പറയുന്ന സാധനത്തെ ഒരു മഹാ കായികമായിട്ടുള്ള പലതരത്തിലുള്ള മത്സരങ്ങളെ നമ്മൾ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ വലിയ ചോദ്യം തന്നെയാണ്. എന്ത് തന്നെയായാലും തമിഴ്നാട്ടിലെ ഒരുപാട് പ്രശസ്തരായ ആളുകൾ, വിദേശത്തു നിന്നുള്ള വിദേശ രാജ്യങ്ങളുടെ ചുമതലയിലുള്ള ആളുകളെ കൂടി എടുത്തു നോക്കിയാൽ
ബുദ്ധി കൊണ്ട് കരുക്കൾ നീക്കുന്ന ആളുകളെ നോക്കിയാൽ അവിടെയും തമിഴ്നാടിൻ്റെ സ്വാധീനം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ചതുരംഗം കളിക്കുന്ന ആളുകൾ അത്ര ബുദ്ധിയോടുകൂടി കളിക്കേണ്ട ഒരു സംഗതിയാണല്ലോ. അതുപോലെ തന്നെ നേതൃശേഷിയുമുണ്ട്. ഇത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുമുള്ള അമേരിക്ക ഉൾപ്പെടെ അവരുടെ പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും തമിഴ്നാട്ടുകാർ ഇരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അവരുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത കൂടിയാണ്. എന്തായാലും കേരള ഗവൺമെന്റ് കാണിക്കുന്നത് പോലെ കാണിക്കരുത്. അത് രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തുന്നതല്ല. സർക്കാരിന് ഏത് ഗവൺമെന്റ് വന്നാലും ഒരു ചിറ്റമ്മ നയമുണ്ട്. ഗുഗേഷ് തോൽപ്പിച്ചത് ചൈനയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വന്ന ഡിങ് ലയറിനെയാണെന്നും കൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ കേരളത്തിൽ നമ്മുടെ ഈ ഗുഗേഷിന്റെ ഈ വിജയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങളോ അഭിനന്ദനങ്ങളോ ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അധികം കാണുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരായ്മ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായും പ്രജ്ഞാനന്ദ വിജയിച്ച സമയത്ത് പ്രജ്ഞാനന്ദി എന്തോ സംഖ്യയാണ് എന്നുള്ളത് കുറി തൊട്ടത് കൊണ്ട്, പിന്നെ അതെ കുറി തൊട്ടത് കൊണ്ട് പ്രജ്ഞാനന്ദ എന്തോ നമ്മുടെ സംസ്കാരത്തെ എന്താണ് മുഖവിലയ്ക്ക് എടുക്കുന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ വലിയ രീതിയിലുള്ള പ്രചാരണം ഒരു ഭാഗത്ത് നടന്നു. മറുഭാഗത്ത് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഡി ഗുഗേഷിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞു, ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് പോയി എന്നല്ലാതെ വലിയ ആഘോഷങ്ങളൊന്നും കണ്ടില്ല. കാരണം ഇവരൊക്കെ ഈ എന്താണ് ഭാരതത്തിന്റെ പൈതൃകത്തിൽ നിന്ന് വരുന്ന ആളുകളെയൊക്കെ ഒരു തരം ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഗുഗേഷിന് അഭിനന്ദനം കൊടുത്തു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാരിന് കൊടുക്കുന്ന അഭിനന്ദനമാകുമോ എന്ന സംശയം പല ആളുകൾക്കും ഉണ്ട്. കാരണം നമുക്കറിയാം 2014 ശേഷം മോദി സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം പല മേഖലകളിൽ ഇന്ത്യ വിജയിച്ച് കയറുകയാണ്. 1ാം സ്ഥാനത്തെത്തുകയാണ് ഇന്ത്യ പല മേഖലകളിൽ. അതിന്റെ ഒരു ഉദാഹരണം കൂടിയായി ഗുഗേഷിനെ നമുക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഗുഗേഷിന്റെ വിജയം അത് തന്നെയാണ്. അതും ചെറിയ നിസ്സാര കളിയല്ല, ചതുരംഗം പോലുള്ളൊരു കളിയിലാണ്. അതാണ്. പക്ഷെ അവിടെ അതൊന്നും യഥാർത്ഥത്തിൽ മലയാളിക്കാണെന്ന് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലുള്ളത്. മലയാളിക്ക് എന്താ പ്രശ്നം? മലയാളി ആരെയും അംഗീകരിക്കില്ല. മലയാളി അംഗീകരിക്കുന്ന നടിക്കും. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത്തരം ചില കാര്യങ്ങളിൽ അവർ എന്താണ് കുറി തൊടുന്നുണ്ടോ കുറി തൊടുന്നില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും വോട്ട് ബാങ്ക് നോക്കിയിട്ടും മോദിയുടെ പൊളിറ്റിക്സ് നോക്കിയിട്ടൊക്കെയാണ് നാഷണൽ, അതായത് ഇന്ത്യ രാജ്യം ഒരു സ്ഥലത്ത് വിന്നിങ് ആയി കഴിഞ്ഞാൽ അത് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ജേതാവായി കഴിഞ്ഞാൽ അവരെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ പോലും പൊളിറ്റിക്സ് നോക്കുന്ന ഒരു നാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഈ ഗുഗേഷിന്റെ വിജയം വന്നതിന് പിന്നാലെ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു അധിക്ഷേപ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള ഒരു എന്താണ് ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് ഈ ചെസ് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ വാർത്ത ചെയ്തതാണ്, നമ്മൾ ചെസ് പഠിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകേണ്ടി വരും. കാരണം ചെസ് എന്ന് പറയുന്നത് ചതുരംഗത്തിന് തുല്യമാണ്, അത് മഹാപാപമാണ് ചെസ് തുടങ്ങിയ രീതിയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ടായി. ഗൗതം, ഇതിൽ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത് കുറഞ്ഞു പോകും. എത്ര പ്രതികരിച്ചാലും കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കണം. ഈ മതം തലച്ചോറിൽ കുത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ ഒരു വാചകങ്ങളാണ് ഇത്. വിഷലിപ്തമായ അവരുടെ മനസ്സിൽ നിന്നുണ്ടാവുന്ന വാചകങ്ങളാണ്. അപ്പൊ അത് വേറൊരു ചർച്ചാ വിഷയം തന്നെയാക്കി എടുക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. തമിഴ്നാടിന് വലിയ പങ്കുണ്ട് ഇന്ത്യയുടെ വലിയ വിജയത്തിന്. തീർച്ചയായും.